അദ്നാൻ സാമിയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആദ്യം ഫിക്സ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റിയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം മാറിയാണ് തിരിഞ്ഞ് വന്നത്. ഈ ലിറിക്സിന്റെയും കൈതപ്രത്തിന്റെ ലിറിക്സ് ആണല്ലോ. കൈതപ്രം എങ്ങനെ കംഫർട്ടബിൾ ആയിരുന്നു ഇത്തരം ഒരു മ്യൂസിക്കില്ല? കാരണം ലിറിക്സ് തന്നെ വളരെ എന്താ ആ സമയത്ത് തീരെ മലയാള സിനിമയിൽ ഇല്ലാത്ത തരം ഒരു ലിറിക്സ് ആണ്. തിരുമേനി ആണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ പാട്ട് എനിക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതും. വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ. അന്നൊരു 10-15 മിനിറ്റ് അദ്ദേഹം എഴുതി തീർക്കുകയായിരുന്നു. ഒരു പാട്ടിൻ്റെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു മീറ്ററിനോട് ഇണങ്ങത്തക്ക രീതിയിൽ ഭംഗി കൂടുതൽ വരത്തക്ക രീതിയിലുള്ളൊരു സംഭവമാണ് തിരുമേനി അന്ന് തന്നത്. ഏതായിരുന്നു കൂടുതൽ താല്പര്യം പാടാനായിട്ട്? അന്ന് മലയാളത്തിലേക്കൊന്നും റീജിയനിലേക്കൊന്നും അത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ സത്യത്തിൽ എൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഞാൻ മലയാളം ആദ്യം പാടുന്നത് ലജ്ജാവതിയാണ്. അതായിരുന്നു എൻ്റെ ഒരു. അതിനു മുമ്പ് ആൽബംസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ആൽബംസിലും ഈ പറയുന്നില്ല ഫുള്ളായിട്ടല്ല, ട്രാക്ക് പാടുക മാത്രമായിരുന്നു. ട്രാക്ക് പാടുന്നുണ്ട്. അതിനുമുമ്പ് സഫലം എന്നുള്ള മൂവി ഇറങ്ങി, അതിലെല്ലാം ഞാൻ ട്രാക്കായിട്ട് പാടിക്കൊടുക്കും. ഫുൾ സോങ് ആയിട്ട് വെളിയിൽ വന്നിട്ടില്ല ഒന്നിൽ. അന്നും പേഴ്സണലായിട്ട് എനിക്ക് പ്രൊണൗൺസിയേഷൻ്റെ പ്രശ്നം, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം ഉണ്ട്. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ക്ലാരിറ്റി കുറവ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ കാരണം മലയാളം പാടുന്നതെന്ന് തന്നെ ഞാൻ പർപ്പസ്ലി ഒഴിഞ്ഞു മാറുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പാട്ട് വന്ന് കേട്ടാണ് സിംഗിങ്ങിലോട്ട് മലയാളം പാട്ടുകളിലേക്ക് ട്രൈ ചെയ്യുന്നത്. അല്ലാതെ അധികം മലയാളം പാടാനായിട്ടുള്ള ശ്രമം നടത്തി. എല്ലാം അറിയാമല്ലോ, നമ്മൾ കമ്പോസ് ചെയ്യുമ്പോഴും എല്ലാം ഇങ്ങനെ മൂളി കൊടുത്ത് സെറ്റാവുന്നതാണ്. ബാൻഡിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കായിരുന്നു ഞാൻ ഒരു ആൽബം, ഈ പറയുന്ന ആൽബം കമ്പോസ് ചെയ്തു. ആ സമയം ജയരാജ് സാർ അദ്ദേഹം നവരസങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതിൽ ബീബൽസ ഇറങ്ങുന്ന ടൈമായിരുന്നു. ബീബൽസയ്ക്ക് വേണ്ടി ഞാൻ ഒരു ഡെമോ അദ്ദേഹത്തെ കാണിച്ചു. അത് നേരത്തെ ചെയ്തു വെച്ചിരുന്ന ആൽബം തന്നെ യഥാർത്ഥത്തിൽ അത് കാണിച്ചു അദ്ദേഹത്തിന്. അദ്ദേഹം ചെയ്ത ആ ഫിലിമിലെ കോൺസെപ്റ്റും ഞാൻ കൊടുത്ത പാട്ടുമായിട്ട് വളരെ സിങ്കായിരുന്നു. അതും ഒരു 2 കാറ്റഗറി ഓഫ് ജോൺറസ് ആയിരുന്നു. അപ്പം അത് സിങ്കായി, അതൊരു ലക്കായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് ബാൻഡിൽ നിന്ന് ഈ ഫിലിമിലേക്ക് പോകുന്നത്. കാര്യം അന്നറിയാലോ, അന്ന് ഈ ഫിലിം എന്ന് പറയുമ്പോഴും നമുക്കൊരു ദൂരക്കാഴ്ചയാണ്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. അത്രയും സിനിമയെന്ന് പറയുമ്പോൾ സിനിമ പാട്ട്, പ്രത്യേകിച്ച് ഫിലിമിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകാൻ പറ്റിയാലും സിനിമ മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ടഫായിരുന്നു ആ സമയങ്ങളിൽ. ആരാണ് ഒരു ബ്രേക്ക് തന്നത്? ലൈക്ക് ലാസ്റ്റ് ഗിഫ്റ്റിനെ ഡിസ്കവർ ചെയ്തതെന്ന് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഫിലിം വേൾഡിലോട്ട് ആ ഫസ്റ്റ് ബ്രേക്ക് തന്ന ഇനീഷ്യേഷൻ ആരായിരുന്നു? എനിക്ക് കമ്പോസ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് നമ്മുടെ സാബുവാണ്. ബിഗ് ബോസ് സാബുവാണ് എന്നോട് പറയുന്നത്, ജാസി കമ്പോസ് ചെയ്യണമെന്ന് ആദ്യം പറയുന്നത്. കാര്യം സാബു എൻ്റെ ജൂനിയറായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ. ഞാൻ കണ്ട ഏറ്റവും വലിയ നമ്മുടെ ആ സമയത്ത് സെലിബ്രിറ്റി ആയിരുന്നു സാബുവും. 2 പേരാണ്, ബാലഭാസ്കറും ഉണ്ടായിരുന്നു, സാബു. ഇവർ 2 പേരും ഞങ്ങളുടെ കോളേജിൽ തന്നെ ആയിരുന്നു. അപ്പം നമുക്ക് ആ സമയത്ത് കോളേജിലെ എല്ലാ ഫംഗ്ഷനും വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളൊരു വെസ്റ്റേൺ ഗ്രൂപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോഴും കമ്പോസ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം വന്നു. അത് പിന്നെ ജയരാജ് സാർ കേട്ടിട്ട് അതിന് റിവിഷൻസ് വരുത്തിയിട്ട് അദ്ദേഹം എടുക്കുകയായിരുന്നു. അങ്ങനെയാണ്. ഇതെല്ലാം ഞാൻ പാടിച്ചു. എൻ്റെ പകുതി വരെ ഞാൻ 2 സോങ്ങാണ് റെക്കോർഡ് ചെയ്യാൻ പോയത്. കാർത്തികനെ കൊണ്ട് അന്നക്കിളിയും ഇത് ലജ്ജാവതി പാടിച്ചു പകുതി അന്നക്കിളി പാടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മലേഷ്യയിൽ പോകണമായിരുന്നു വൈകിട്ട്. അത് കാരണം ഞങ്ങൾ അന്നത്തെ റെക്കോർഡിംഗ് എല്ലാം ക്യാൻസൽ ചെയ്തു. അദ്ദേഹം തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഈ സോങ് ഒത്തിരി പ്ലേ ചെയ്താണ് പലരും ഈ സോങ് തന്നെ അപ്രൂവ് ചെയ്യേണ്ടി വന്നത്, ആക്സിഡൻ്റലായിട്ട്. ട്രാക്ക് ഞാൻ തന്നെയാണ് പാടിയത്. ട്രാക്ക് ഒത്തിരി ഷൂട്ടിംഗ് സ്പോട്ടിൽ ഇട്ട് ഇപ്പോൾ എല്ലാവർക്കും കേട്ടു. പ്രത്യേകിച്ചും ഭരതും നമ്മുടെ ക്യാമറമാൻ ആർ ഡി രാജശേഖർ, ഗജനിയുടെയൊക്കെ അദ്ദേഹം
പിന്നെ ആൻ്റണി അദ്ദേഹം ഗജനിയിൽ എഡിറ്റർ തന്നെയാണ്. അവർ മൂന്നുപേരുമാണ് കൂടുതലും ഈ വോയിസ് വേണമെന്നുള്ളൊരു നിർബന്ധത്തിൽ വന്നത്. ആ പാട്ടിനുടെ റെസ്പോൺസ് അന്നക്കിളി ആയാലും ലജ്ജാവതി ആയാലും അത് അത്രയും വലിയൊരു ഹിറ്റാവുമെന്ന് വിചാരിച്ചിരുന്നു. യങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് അതൊരു ഭയങ്കര ഹിറ്റും അതിന്റെ കൂടെ തന്നെ ക്രിറ്റിസിസം വരുന്നോണ്ടിരിക്കുന്ന സമയമായിരുന്നു. ക്രിറ്റിസിസം വരുമെന്ന് ഉറപ്പായിരുന്നു. അത് കറക്റ്റായിട്ട്. പക്ഷേ ഇത് പോപ്പുലർ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സ് എല്ലാം, ജയരാജ് റെക്കോർഡെല്ലാം ഒത്തിരി പാട്ടുകൾ ഭയങ്കര, ഞങ്ങളുടെ തൊട്ട് മുമ്പ് തന്നെ ദേശാടനം, ജോണി വാക്കർ, ഇതിലെല്ലാം ഓഡിയോ ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ നമുക്കറിയാം പാട്ട് ശ്രദ്ധിക്കപ്പെടും, ഒരളവിൽ ശ്രദ്ധിക്കപ്പെടും. ഒത്തിരി പോപ്പുലർ ആവുമെന്ന് വിചാരിച്ചില്ല. പ്രത്യേകിച്ച് വേറെ ലാംഗ്വേജുകളിലൊക്കെ പോകുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അത് കാരണം ഒരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ സോങ് പലപ്പോഴും കേൾക്കുമ്പോഴത്തേക്കും സ്റ്റുഡിയോയ്ക്കകത്ത് ഓൾറെഡി എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് പറയുന്നത് പോലെ സോങ് ഇതെങ്ങനെ ഇവിടേക്ക് എത്തും എന്നുള്ളതിനെ പറ്റി പലർക്കും ഡൗട്ടുണ്ടായിരുന്നു. അതാണ് ഒത്തിരി നാൾ ഈ ഓഡിയോ ഇങ്ങനെ ഹോൾഡ് ചെയ്തു. മീൻസ് 2003-ലല്ലേ ഇത്? 2004-ലാണ് റിലീസ് ചെയ്യുന്നത്. അദ്ദേഹത്തെ സിനിമയുടെ യാത്ര പറഞ്ഞപ്പോൾ ബീഭത്സം കഴിഞ്ഞ് പിന്നെ സഫലമാണ് വന്നത്. ഞങ്ങൾ ഈ ഫോർ ദ പീപ്പിളിൻ്റെ ബീഭത്സം കഴിഞ്ഞിട്ട് ഫോർ ദ പീപ്പിളിൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു ഗ്യാപ്പിലാണ് സഫലം. അത് സാറിൻ്റെ അസോസിയേറ്റ് അശോകേട്ടൻ്റെ പടം ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഓഡിയോ ആയിട്ട് റിലീസ് ചെയ്യുന്നത്. ഇടയ്ക്കൊരു മിസ്സിംഗ് ലിങ്ക് ചോദിക്കട്ടെ, ഈ ജയരാജിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ സാബു പറഞ്ഞിട്ട് ഓഡിയോ ചെയ്യുന്നു, ആ ഓഡിയോയിൽ നിന്നാണോ ജയരാജിലേക്ക്? ഞാൻ യഥാർത്ഥത്തിൽ ഞങ്ങളൊരു ആൽബം സൂര്യ ടെലിവിഷന് വേണ്ടി ചെയ്തായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അനിയൻ മഹേഷ് രാജ് പുള്ളി കേട്ട്, കണ്ണകിയുടെയൊക്കെ പ്രൊഡ്യൂസർ അദ്ദേഹമായിരുന്നു. അപ്പോഴിങ്ങനെ പറഞ്ഞു ജയരാജ് സാറിനെ കേൾപ്പിക്കട്ടെന്ന് പറഞ്ഞാൽ ആ ഓഡിയോ അദ്ദേഹത്തിന്, അന്ന് കോവളത്തായിരുന്നു അദ്ദേഹം ഷൂട്ടിങ്, അദ്ദേഹത്തെ കേൾപ്പിച്ചു. പോയി കണ്ടു, ഒരു ഡെമോ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അത് സിറ്റുവേഷനുമായിട്ട് ഭയങ്കര മാച്ചിങ്. അങ്ങനെയാണ് അദ്ദേഹത്തിനടുത്ത് എത്തുന്നത്. അതിലും താങ്കളായിരുന്നു പാടിയിരുന്നത്? അതിൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അവിടെ സ്ഥിരം പാടുന്നത് നമ്മുടെ രാജേഷ് വിജയ് ഉണ്ടായിരുന്നു. രാജേഷ് വിജയ് പാടിയിട്ടുണ്ട്. രാജേഷാണ് ഈ സഫലത്തിലേക്ക് സോങ് രാജേഷാണ് പാടിയത്. അങ്ങനെ രാജേഷും ഞാനൂടെയാണ് പാടിയത്. ഈ പാട്ടിന്റെ കൂടെ തന്നെ പഠിപ്പും വളരെ റിസർച്ച് ഒക്കെ ചെയ്തിരുന്നു അല്ലേ? ഞാൻ MPhil സമയത്താണ് ഫിലിമിൽ വരുന്നത്. MPhil കഴിഞ്ഞപ്പോഴത്തേക്കാണ് സിനിമ വന്ന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ PhD വേണ്ടി ട്രൈ ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കോൺസെപ്റ്റ് ഓഫ് ഹാർമണി വിത്ത് റെഫറൻസ് ടു അദ്വൈത ആൻഡ് ബുദ്ധിസം. അതിൽ കിട്ടി. സ്പിരിച്വാലിറ്റി ഉണ്ട്. ഇന്ത്യൻ ഫിലോസഫിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഫിലോസഫി ആദ്യം കോളേജിൽ പഠിക്കാൻ സമയത്ത് അറിയാമല്ലോ, വേറെ വിഷയമൊന്നും കിട്ടാത്തത് കൊണ്ട് ഫിലോസഫി പോയി എടുക്കുന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരെ പോലെയും ലിറ്ററേച്ചർ താല്പര്യപ്പെട്ട് ഫിലോസഫിയിലെത്തി. MA ഒക്കെ കഴിഞ്ഞ് ആക്ച്വലി MPhil ആയപ്പോഴത്തേക്ക് ഫിലോസഫി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിൽ കാറ്റഗറീസ് ഓഫ് മൈൻഡൊക്കെയാണ് ചെയ്തത്. അത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്ത്യൻ ഒരു മിസ്റ്റിസിസം അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഫിലോസഫിയിൽ തന്നെ ഒരു വലുതല്ലാത്ത ഒരു ഇടുങ്ങിയൊരു ബ്രാഞ്ചാണ് എടുത്തത്, ഹാർമണി കോൺസെപ്റ്റ്. അതിൽ ചെയ്തു. നിങ്ങളുടെ മ്യൂസിക്കും നിങ്ങളുടെ ഫിലോസഫിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആക്ച്വലി മ്യൂസിക്കും ഫിലോസഫിയായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാലും കണക്റ്റഡ് ആവും. കണക്റ്റ് ചെയ്യാൻ പറ്റും എന്തായാലും, തീർച്ചയായിട്ടും. പക്ഷെ അത് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ അതിനോടായിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും നമ്മൾ തന്നെ സ്വയം ചിന്തിക്കണം. ഇപ്പോൾ അറിയാമല്ലോ, ഫുള്ളി ഡിജിറ്റൽ യുഗം ആവുകൊണ്ട് നമ്മൾ എന്തുമാത്രം ഇപ്പോൾ കാര്യങ്ങളിൽ സ്റ്റുഡിയോസ് ആയിരിക്കണമെന്നുള്ള ഒരു താല്പര്യത്തിൽ നമ്മളെപ്പോഴും ഈ ഡിജിറ്റൽ യുഗം നമ്മളെ വലിച്ച് വീണ്ടും ഡിജിറ്റലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. വായന ഒത്തിരി വേണമെന്നുള്ള സ്ഥലങ്ങളിൽ നമ്മളെപ്പോഴും അവിടെ നിന്ന് മാറിപ്പോകുന്നൊരു സംഭവമാണ്. കോൺസെപ്റ്റുകൾ നമ്മൾ ഈ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു എയിം വെച്ച് മ്യൂസിക്കിനൊക്കെ ഉണ്ടായാൽ അതും നല്ലതാണ്. അത് പല രീതിയിലുണ്ട്. അത് നമുക്കത്
എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമാ പാട്ടുകളിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി സ്വയം മ്യൂസിക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഈ ഇന്ത്യൻ ഫിലോസഫിക്കൽ തോട്ട്സും സ്പിരിച്വാലിറ്റിയും വരാറുണ്ടോ? എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സ്പിരിച്വൽ സൈഡ് ഓഫ് മ്യൂസിക് എപ്പോഴും നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതും നമുക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സംഭവമാണ്. അത് സിനിമയിൽ നമുക്കത് എത്രമാത്രം നമുക്കത് പ്രാക്ടിക്കലാക്കി കൊണ്ടുപോകാം എന്നതിനെ പറ്റി അത് ഇനിയും എന്നെപ്പോലൊരാൾക്ക് ഇനിയും ഒത്തിരി ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. സ്പിരിച്വലായിട്ടുള്ളൊരു സംഭവം എപ്പോഴും നമുക്ക് മനസ്സിൽ മ്യൂസിക്കിനെ പറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പഴയ കാലത്തേക്ക് പോകുന്നത് തന്നെ ഏറ്റവും വലിയൊരു സ്പിരിച്വലായിട്ടുള്ളൊരു സിസ്റ്റമായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടേക്ക് നമ്മളെ കൊണ്ടുവന്ന ഒരു ടൈം ഷിഫ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്ന് വെച്ചാൽ അതൊരു ഫിലോസഫിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. മ്യൂസിക്കിന് അങ്ങനെ ഒത്തിരി ലെവലിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ പറയുന്നത് പോലെ സിനിമ പാട്ടുകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ലിമിറ്റേഷനുണ്ട്. സിനിമ പാട്ടെന്ന് പറയുമ്പോഴും നമ്മൾ മറ്റൊരാളുടെ അണ്ടറിലാണല്ലോ. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടറാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ഒപ്പമാണ് പോകുന്നത്. പിന്നെ അതുപോലെയാണ് എനിക്ക് തോന്നി പ്രൈവറ്റ് മ്യൂസിക്കെല്ലാം വന്നതുകൊണ്ട് ഒത്തിരി സ്കോപ്പ് ഇപ്പോഴും ഭയങ്കര വൈഡായിട്ടുണ്ട്. അതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു മ്യൂസിക്കിൽ. സ്പിരിച്വൽ എലമെന്റ്സ് ഉള്ള ടൈപ്പ്, ഫോർ എക്സാമ്പിൾ ഈ ട്രെയിൻ ജോഷുവ, കരുണേഷ്, ട്രാൻസ് ആയിട്ടുള്ള അപ്പൊ ആ രീതിയിലൊക്കെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ മ്യൂസിക് പ്രോജക്ട്സോ അങ്ങനെ പാരലലായിട്ട്? സത്യത്തിൽ എനിക്ക് താല്പര്യമുണ്ട്. അതിപ്പോഴല്ല, സിനിമയ്ക്ക് വരുന്നതിന് മുമ്പേ എനിക്ക് ഈ ബുദ്ധാബാറിൻ്റെയൊക്കെ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒത്തിരി ട്രാൻസ് കേൾക്കുന്നതും ഫിലിമിൽ വന്നതിന് ശേഷം കുറേ നമ്മുടെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഒരു അറസ്റ്റഡായി പോയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മുടെ ചിന്തകൾക്ക് പണ്ട് ചിന്തിച്ചിരുന്നത് പോലെ ഒരു സ്റ്റേജിലോട്ട് സിനിമയ്ക്കകത്ത് വന്നപ്പോഴും നമ്മൾ കുറച്ച്, പക്ഷേ അങ്ങനെ തള്ളി പറയുന്നതല്ല, സിനിമ തന്നെയാണ് ഏറ്റവും നമ്മുടെ ജീവിതവും പ്രൊഫഷനൊക്കെ അതാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ കോൺസെപ്റ്റുകളിലോട്ട് ചിന്തിക്കാൻ സിനിമാ പാട്ടുകൾക്ക് ചിലപ്പോൾ നമ്മളെ സഹായിച്ചില്ലെന്ന് വരും. പ്രത്യേകിച്ച് ഞാൻ മലയാളം കഴിഞ്ഞിട്ട് കന്നഡയാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ കമ്പോസ് ചെയ്തിരിക്കുന്ന കന്നഡയാണ്. അപ്പോൾ കന്നഡ ഇൻഡസ്ട്രിയിൽ ആണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തത്. അപ്പം അവിടെ നമുക്ക് ഒന്നും ചിന്തിക്കാനുള്ള ഒരു ഫ്രീഡമോ, അങ്ങനെ ഫ്രീഡം ഇല്ലെന്നല്ല, നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറവായിട്ടാണ് സിനിമ പാട്ടുകൾ തോന്നുന്നത്.